ഞാൻ ഓർക്കുന്നു. ധാരാളം സംഘടനകൾ ഉള്ള ഒരു സമൂഹമാണ് ദളിതരും ദളിത് ക്രൈസ്തവരും. അതുകൊണ്ട് അങ്ങനെ ഒരു സംഘടനയുടെ കൂടെ മറ്റൊരു സംഘടന വേണ്ട, നമുക്ക് ഒരു കൂട്ടായ്മയായി നിൽക്കാം, ഒരു കൗൺസിലായി നിൽക്കാം. അങ്ങനെയാണ് സഭകളുടെയും സംഘടനകളുടെയും കൂട്ടായ്മയായി മാറിയത്. നമ്മുടെ ജനങ്ങൾ കിടക്കുന്നത് സഭകളിലാണ്. അതുകൊണ്ട് സഭയുടെ എല്ലാവിധമായിരിക്കുന്ന പിന്താങ്ങലും കൈത്താങ്ങലും സഹകരണവും ഈ പ്രസ്ഥാനത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയും ഇതിൻ്റെ അംഗങ്ങളായി മാറണം. അതുകൊണ്ടാണ് CDCയുടെ ബൈലോയിലുണ്ട് സഭകളും സംഘടനകളും ഇതിൽ അംഗങ്ങളായി തീരാമെന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പ്രസ്ഥാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനം CDCയിൽ 5000 രൂപ മുടക്കി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ധാരാളം സഭകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, സംഘടനകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഈ സംഘടനകളുടെയും സഭകളുടെയും ഒരു കൂട്ടായ്മയാണ്, ഒരു കൗൺസിൽ ആണ് CDC എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് CDC, എന്തിനാണ് CDC നിലകൊള്ളുന്നത്? ഇവിടെ ധാരാളം സംഘടനകളുണ്ട്. BCCF ഉൾപ്പെടെയുള്ള നമുക്ക് ധാരാളം അഭിമാനിക്കുവാൻ കഴിയുന്ന സംഘടനകളുണ്ട്. BCCയുടെ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത ലംസം ഗ്രാൻഡ് ഇന്ന് അത് തട്ടിക്കളയുവാനായിട്ടുള്ള ശ്രമത്തിലാണ് എന്ന് തന്നെ നമുക്കറിയാം. എന്നിരുന്നാലും അങ്ങനെ ഉള്ളൊരു സംഘടനയെ ഉള്ളപ്പോൾ നമ്മളുടെ ഈ കൂട്ടായ്മയുടെ, ഈ കൗൺസിലിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ കൗൺസിൽ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന, നമ്മുടെ ഈ സമൂഹം അനുഭവിക്കുന്ന വിദ്യാഭ്യാസപരമായ പിന്തള്ളലുകൾ, അതുപോലെ തന്നെ സാമൂഹ്യപരമായിരിക്കുന്ന പിന്തള്ളലുകളിൽ നിന്ന് അവരെ ഉയർത്തുവാനായിട്ട് തീർച്ചയായിട്ടും അവരെ പ്രചോദനം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. നമ്മളുടെ ഒരു പ്രശ്ന പരിഹാര സെല്ലുണ്ട്. അതിനെക്കുറിച്ച് ലാലു അച്ഛൻ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ഏത് വിധത്തിലാണോ അതിനെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും ജനങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ഇത്. ഇനിയും എന്താകണം CDC എന്നുള്ളത് മറ്റൊരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും ആ വിധത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നും ആയില്ല എന്ന് തന്നെ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് ചെയ്യുവാനായി ധാരാളം വസ്തുതകളുണ്ട്. CDCയെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൻ്റെ ഒരു ശബ്ദമായി മാറേണ്ടതായിട്ടുണ്ട്. അല്പം മുമ്പ് സ്വാഗത പ്രസംഗകൻ ബഹുമാനപ്പെട്ട റവൻ ജേക്കബ് ഡേവിഡ് അവറുകൾ പറയുകയുണ്ടായി, നമ്മുടെ ധാരാളം പ്രശ്നങ്ങൾ ജനപ്രതിനിധികളുടെ മധ്യത്തിൽ, അതുപോലെ തന്നെ ഭരണകർത്താക്കളുടെ മുൻപിൽ കൊണ്ടുവരുവാനായിട്ട് കഴിഞ്ഞ ഏറിയ കാലമായി CDCക്ക് സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇനിയും നിങ്ങൾ ഒക്കെ മറ്റ് സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയായി ഒരു സംഘടനയൊക്കെ ഒരു 10 കൊല്ലമൊക്കെയാണ് മാക്സിമം നമ്മുടെ സംഘടനകൾ, ഞാനൊരു കുറ്റം പറയുകയാണ്, നിങ്ങളാരും ചിന്തിക്കരുത്, പോകുന്നത്. CDCയെ സംബന്ധിച്ചിടത്തോളം അതിലും അപ്പുറം പോകുവാനായി കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ആത്മാർത്ഥതയോടുകൂടി പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ധാരാളം പ്രശ്നങ്ങൾ, ജനശ്രദ്ധയായിരുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അത് തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി സാധിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിലും. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു കേസ് സുപ്രീം കോടതിയിലുള്ളത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദേശീയ സംഘടനയായ NCDC ആണ് അതിൻ്റെ ഒരു വലിയ ഭാഗം വഹിക്കുന്നത്. സുപ്രീം കോടതിയിലെ ഒരു കേസിന് ഒരു വക്കീലിന് കൊടുക്കണം 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ. ഒരു സിറ്റിങ്ങിന് ഒരു പ്രാവശ്യമൊന്ന് ആ കോടതിയിലൊന്ന് വാദിക്കുവാൻ അല്ലെങ്കിൽ വരണമെങ്കിൽ വലിയ തുകകൾ കൊടുക്കണം. അത്രയും അധികം തുകകൾ മുടക്കിക്കൊണ്ട് CDC നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ശബ്ദമായി മാറുന്നു. ഇനി മറ്റൊന്ന്, നാം ആവേണ്ടത് മറ്റുള്ളവർക്ക് ഒരു ചവിട്ടുപടിയായി തീർച്ചയായിട്ടും ഇത് തീരണം. ടിനി തോമസിനെ സംബന്ധിച്ചിടത്തോളം
ഇനിയും ഉയരങ്ങളിൽ എത്തുവാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനം അനിവാര്യമാണ്. അതുപോലെ കലാരംഗങ്ങളിലും കായിക രംഗങ്ങളിലും ഒക്കെയുള്ള ധാരാളം പ്രതിഭകളെ വാർത്തെടുക്കുവാനായിട്ട് കഴിയണം. അത് ഒരു ചവിട്ടുപടിയായി മാറണം. ആരാണ് CDC എന്ന് പറയുന്നത്? ഞാൻ ഇപ്രകാരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധാരാളം പേര് പ്രസംഗിക്കുവാനായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. ആരാണ് CDC എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ അഭിമാനത്തോടു കൂടി പറയണം, ഞാനാണ് CDC. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പറയണം, ഞാനാണ് CDC, എൻ്റെയാണ് CDC, എൻ്റെ പ്രസ്ഥാനമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ പ്രസ്ഥാനമാണ് CDC എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം തീർച്ചയായിട്ടും മുൻപോട്ട് പോകണമെങ്കിൽ ഞാൻ 6 മാസക്കാലമായിട്ട് മാത്രമായിട്ടുള്ള ചെയർമാൻഷിപ്പിലേക്ക് വന്നിട്ട് ദീർഘവർഷങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ രക്ഷാധികാരിയായി, സംസ്ഥാന രക്ഷാധികാരിയായി ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. അവിടെ നിന്ന് ഇടക്കാലം കൊണ്ട് ഞാൻ നാട്ടിലില്ലായിരുന്നു. എങ്കിലും മടങ്ങി വന്നതിന് ശേഷം കഴിഞ്ഞ ചില മാസങ്ങളായി ഞാനിതിൽ വീണ്ടും സജീവമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. പക്ഷെങ്കിൽ എന്നെ കൊണ്ടോ, വൈദികനായിരുന്ന പ്രിയമല ലാലു അച്ഛനെ കൊണ്ടോ, അല്ലെങ്കിൽ ആരാധ്യനായിരിക്കും നമ്മുടെ ജനറൽ കൺവീനർ ജോർജ് സാറിനെ കൊണ്ടൊന്നും മാത്രം ഈ പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഞാൻ അല്പം മുൻപ് പറഞ്ഞതുപോലെ ഞാനാണ് CDC, എൻ്റെയാണ് CDC എന്ന് പറഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും മുൻപിലേക്ക് ഇറങ്ങി വന്ന് അണിചേരുമ്പോഴാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനായി സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും നമ്മുടെ നെഞ്ചിലേറ്റണം. നമ്മൾ 2 പ്രതിഭകളെ ഇവിടെ ആദരിക്കുകയാണ്. ഇതുപോലെ ധാരാളം നാം അറിയാതെ കിടക്കുന്ന ധാരാളം പ്രതിഭകളുണ്ട്. അവരെ തീർച്ചയായിട്ടും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയണം. പ്രിയമുള്ള MS ജോൺ സാറിനൊക്കെ അതിന് നല്ല കഴിവുണ്ട്. സാറൊക്കെ തീർച്ചയായിട്ടും അതിൽ ഈ ആലപ്പുഴ ജില്ലയിൽ ഉള്ള ധാരാളം കുട്ടികളെ, യുവജനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുവാനായിട്ട് സാധിക്കണം. ടിനി തോമസിനും അത് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കങ്ങഴക്കാരനാണ്. കോട്ടയം ജില്ലയിൽ കങ്ങഴയാണ് എൻ്റെ സ്ഥലം. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു വോളിബോൾ കോർട്ട് അവിടെ ഉണ്ട്. അന്ന് ആ പ്രദേശത്ത് വോളിബോൾ ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ പിതാവ് സൈമണച്ചൻ അവിടെ ഒരു വോളിബോൾ കോർട്ട് ആരംഭിച്ചു. കങ്ങയുടെ മണ്ണിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും വോളിബോൾ കളിക്കാൻ പഠിച്ചത് ഞങ്ങളുടെ ആ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടാണ്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള, ഇപ്പം ഇങ്ങനെ ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിരിക്കുന്നുവെങ്കിലും കുറച്ചു നാളുകൾക്ക് മുൻപ് വളരെ നന്നായി വോളിബോൾ കളിച്ചുകൊണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കായികമായി തീർച്ചയായിട്ടും